നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 7 മാസം ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിലായി. കരിമ്പവെട്ടത്താണ് നാടിന് നടുക്കിയ സംഭവം നടന്നത്. പഴയലക്കിടി മറ്റത്തുപടി വീട്ടിൽ ചാമിയുടെയും ലക്ഷ്മിയുടെയും 26-കാരിയായ മകൾ സജിതയാണ് കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തമിഴ്നാട്ടിലേക്ക് 2 മക്കളുമായി രക്ഷപ്പെട്ട 28-കാരനായ ഭർത്താവ് നിഖിൽ സേലത്ത് വെച്ച് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. സജിതയുടെയും നിഖിലിന്റെയും പ്രണയ വിവാഹമായിരുന്നു. രാത്രി വൈകി വീട്ടിൽ മദ്യപിച്ചെത്തുന്ന നിഖിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സംഭവം നടന്നതിന്റെ തലേ ദിവസവും വഴക്കുണ്ടായി. കഴിഞ്ഞ ദിവസം രാവിലെ വീടിന് മുന്നിൽ ആരെയും കാണാതായതോടെ സംശയം തോന്നിയ നാട്ടുകാരാണ് വാതിൽ മുട്ടി വിളിച്ചത്. ഏറെ നേരം വിളിച്ചെങ്കിലും തുറക്കാതായതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ സജിതയെ കണ്ടത്. നിഖിലിനെയും കുട്ടികളെയും കാണാനില്ലായിരുന്നു. മർദ്ദനം സഹിക്കവയ്യാതെ 2 ആഴ്ചയ്ക്ക് മുൻപ് സജിത സ്വന്തം വീട്ടിലെത്തിയിരുന്നു. നിഖിലിനൊപ്പം ജീവിക്കാനാവില്ലെന്ന് അമ്മയോടും പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം നിഖിൽ 2 കുട്ടികളെയും കൊണ്ട് പോണ്ടിച്ചേരിയിലേക്ക് കടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സേലത്ത് നിന്ന് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ ദാരുണ കൊലപാതകം പുറത്തറിയുന്നത്. തമിഴ്നാടുള്ള നിഖിലിന്റെ സഹോദരി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വീട്ടിൽ പോയി നോക്കിയ സമീപവാസികളാണ് സജിതയെ കിടപ്പുമുറിയിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത്. ഉടനെ കല്ലടിക്കോട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിഖിൽ കുട്ടികളെയും കൂട്ടി സേലത്തേക്ക് യാത്ര തിരിച്ചതായി സഹോദരി പോലീസിനെ അറിയിച്ചു. സേലത്ത് ബസ് ഇറങ്ങുന്ന സമയത്ത് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രാവിലെയാണ് നിഖിൽ കുട്ടികളോടൊപ്പം കരിമ്പയിൽ നിന്ന് പോയത്. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന നിഖിൽ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവ ദിവസം രാത്രിയും വഴക്കുണ്ടായതായി പറയുന്നു. നിഖിലിനെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂവെന്ന് പോലീസ് പറഞ്ഞു. സജിതയുടെ കഴുത്തിൽ ചെറിയ മുറിവുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിച്ചതിന്റെ പാടുകൾ മറ്റു ഡോക്ടർ സ്ഥിരീകരിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിഖിലിനൊപ്പം കല്ലടിക്കോട്ടെത്തിച്ച 9ഉം 6ഉം വയസ്സുള്ള കുട്ടികളെ പോലീസ് സജിതയുടെ ബന്ധുക്കൾക്ക് കൈമാറി. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്, മണ്ണാർക്കാട് ഡിവൈഎസ്പി TS സിനോജ് എന്നിവർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കല്ലടിക്കോട് ഇൻസ്പെക്ടർ വി നിജാമിന്റെ നേതൃത്വത്തിൽ SI ബാലകൃഷ്ണൻ, ASI മാരായ ഗീത, നിമ്മി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവെടുപ്പ് നടത്തി. പഴയലക്കിടി മറ്റത്ത് വീട്ടിൽ ചാമിയുടെ ലക്ഷ്മിയുടെ മകളാണ് സജിത. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി വൈകിട്ടോടെ ഐവർ മഠത്തിൽ സംസ്കരിച്ചു. ഞായറാഴ്ച രാത്രിയോടെ കല്ലടിക്കോട് സ്റ്റേഷനിലെത്തിച്ച നിഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനിടെ മാളയിൽ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി. വലിയകത്ത് വീട്ടിൽ 43-കാരിയായ ശൈലജയാണ് മരിച്ചത്. കുത്തേറ്റ് രക്തം വാർന്ന അവശനിലയിലായ ശൈലജയെ അയൽവാസികൾ ചേർന്ന് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ശൈലജയുടെ 27-കാരനായ മകൻ ഹാദിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം നടന്നത്. ശൈലജയും ഹാദിലും വഴക്കിട്ടിരുന്നു. ഇതിനിടെ പ്രകോപിതനായ ഹാദിൽ ശൈലജയെ കഴുത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ശൈലജയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ ശൈലജയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹാദിലിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ശൈലജയുടെ മൃതദേഹം മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.